അന്ധഭക്തന്മാരുടെ എണ്ണം ഇന്ത്യയിൽ ഓരോ ദിവസം കഴിയുന്നതിനെ അധികരിച്ചു വരികയാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇനി പ്ലേ ചെയ്യാൻ പോകുന്ന 3-4 വീഡിയോസ്. നമുക്കറിയാം, ഇന്നും ഇന്ധനവില വർദ്ധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചില ആളുകളുടെ പ്രതികരണങ്ങൾ കേട്ടിട്ട് വരാം. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. അപ്പൊ ഈ പെട്രോളിന്റെ പോകാൻ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ വേറെ കാര്യമില്ലേ, പെട്രോളിന്റെ വില കൂടി എന്ന് പറഞ്ഞാൽ അത് സാധാരണ വില കൂട്ടില്ലേ? ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് എനിത്തിങ്. സാധാരണ വില കൂട്ടില്ല. ഈ യോഗ്യതയുള്ള ആൾ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത ഇല്ലാത്ത സാധാരണക്കാർ അടക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് താൻ ഈ പറഞ്ഞിട്ടുള്ള പെൻഷൻ തനിക്ക് ലഭിക്കുന്നത്. ആ കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ യോഗ്യതന്റെ കാര്യം പറഞ്ഞു. എന്ത് യോഗ്യതയാണ് ഇയാൾ പറയുന്നത്? ഒരു അല്പം വിവരമുണ്ടെങ്കിൽ ഈ വർത്താനം നിങ്ങൾ പറയില്ലായിരുന്നു. ഒന്നാമത് നിങ്ങൾ പറഞ്ഞത് തെറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർ സൈക്കിളിൽ പോയിക്കോട്ടെ എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് പണക്കാർക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ഒരു രാജ്യമൊന്നുമല്ല. പണക്കാരനായിരുന്നാലും ശരി, പാവപ്പെട്ടവനായിരുന്നാലും ശരി, മിഡിൽ ക്ലാസ് ആയിരുന്നാലും ശരി, എല്ലാവർക്കും ജീവിക്കാനുള്ള അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് മാത്രമല്ല, ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ഗവൺമെന്റ് ഒന്നുമല്ല. ഇവിടെ നടക്കുന്നത് മിക്സഡ് എക്കണോമിയാണ്. അതിലും ഇവിടുത്തെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. വെൽഫെയർ പ്രോഗ്രാംസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കുന്നത്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സൈക്കിളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക്, അതായത് സാധാരണക്കാർക്ക് ഈ പെട്രോളിന്റെയും ഡീസലിന്റെ ഒക്കെ വില കൂട്ടിയത് പ്രശ്നമുണ്ടാക്കില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ പ്രശ്നമുണ്ടാക്കും. താഴെക്കടയിലുള്ള, അതായത് ഫാമേഴ്സ് മുതൽ, അതായത് കർഷകർ മുതൽ മുകളിലേക്കുള്ള എല്ലാവർക്കും ഈ ഒരു പ്രശ്നം വരും. കർഷകർക്ക് ഡീസലിന്റെ പ്രശ്നം വരും. അതുപോലെ സാധാരണക്കാർ ബസ് ഉപയോഗിക്കുമ്പോൾ ബസ്സിന്റെ ഇതേപോലെ പെട്രോൾ ഡീസൽ വില കൂട്ടുമ്പോൾ അവരും വർദ്ധിപ്പിക്കും അവരുടെ ടിക്കറ്റ് വില. അങ്ങനെ എല്ലാ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും വില വർദ്ധിക്കും. ഇവരുടെ ഈ വാക്കിൽ നിന്നും വ്യക്തമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇയാൾക്ക് ഒന്നും അറിയില്ല എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് 2 കാര്യങ്ങൾ പറഞ്ഞാണ്. പക്ക അന്ധഭക്താണ്. രണ്ടാമത്തെ കാര്യം പണത്തിന്റെ ഹുങ്കാണെന്നുള്ള 2 കാര്യമാണ്. എന്നാൽ നമുക്ക് യഥാർത്ഥ അന്ധഭക്തന്റെ ഒരു പ്രതികരണം കേട്ടാലോ? 500 रुपये बढ़ता हो तो कोई टेंशन नहीं है।